മനോഹരനാം പ്രിയാൻ വരുന്നേ. എന്തൊക്കെ ടൈമിങ്ങിനല്ലേ ഇങ്ങനെ ലിറിക്സ് പറഞ്ഞ എം ജെ സാറിന്. അതെ അതെ. മനോഹര, എന്തോ സുന്ദര, എന്തോ ചക്കരക്കുട്ടാ, മുത്തുക്കുട്ടാ, എന്തോ പൊന്നുകുട്ടാ, എന്തോ വാവക്കുട്ടാ, അക്കുട മുത്തേ, അയ്യോ, ചിരി വരുന്നു അവര്. എന്തുകൊണ്ട് വിശേഷം? ആ, ഇപ്പോഴും പരിശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അല്ല ഇനി കാക്കക്കുട്ടൻ പരിശ്രമിക്കുന്നു. ആ, അക്രമാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. ഓ, ഇത് രസമായിട്ട്. ആ ബേസിലായിട്ട് ഇവിടുന്ന് പോയ വഴി അത് പാടിക്കൊണ്ടാ പോയത്. അതെ. അതെ, അതെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ വൈറലല്ലേ, വൈറൽ. ഇനി അത് റിലീസ് ചെയ്താ മതി. ഇപ്പൊ കറക്റ്റ് സമയാ. അതെ ശരിയാ. പ്രിയങ്കുട്ടാ, എന്തോ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? മനോഹരിനിൻ. മനോഹരൻ പാടുന്ന മനോഹരി എന്ന കാലം. അതെ അതെ അതെ. ബ്യൂട്ടിഫുൾ. പക്ഷെ സിനിമ പാടിയത് മനോഹരൻ തന്നെയല്ലേ? അതെ അതെ. ആ, സിനിമയിലെ മനോഹരൻ. അതെ അതെ അതെ. ഇന്ന് ആരൊക്കെയാ വന്നിരിക്കുന്നറിയോ സാർ? ആരൊക്കെയാ വന്നിരിക്കുന്നേ? എന്റെ അച്ഛന്റെ ഏട്ടനും ചേട്ടന്റെ ഫാമിലി. ഓ ശരി ശരി. ഓ, ഹായ്. നൈസ് മീറ്റിംഗ്. ഹായ്. ഡീറ്റെയിൽസ് പറയാല്ലേ നമുക്ക്? ആ സിനിമ ലോട്ടറി ടിക്കറ്റ്. ഉം. വർഷം 1970. ഉം. മ്യൂസിക് നമ്മളുടെ സ്വന്തം ദക്ഷിണമൂർത്തി സ്വാമികൾ. ഉം. ലിറിക്സ് ശ്രീകുമാരൻ തമ്പിസാർ. ഉം. പാടിയത് KJ യേശുദാസ് സാർ. വെരി ഗുഡ്. ഈ സിനിമയിൽ തന്നെ വേറെ പാട്ടുകളുണ്ട്. ആ. ഭയങ്കര മെലോഡീസ് ആണ്. 1 രൂപ നോട്ട് കൊടുത്താൽ ഏയ്. അതെ. ഓ പാടി കേട്ടോ. All the Thank you best. sir. All the Thank you ചേച്ചി. best. Thank you ചേച്ചി. പ്രിയങ്കുട്ട എന്തോ സാർ? യെസ് സാർ. ഓൺ ഹാൻഡ്. മനോഹരിനിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. മനോഹരിനിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ? മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ? ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ? അറിയാതെ പൊഴിയുന്ന മത്തുകണമെങ്കിലും നുകരുവാൻ അനുവാദം തരികയില്ലേ? ആധരദളപുടം നീ വിടർത്തിടുമ്പോൾ ആധരദളപുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാനമരും. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ?
പ്രണയമയി നിന്റെ കണിമുത്തു വീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകിലേ. പ്രണയമയി നിന്റെ കണിമുത്തു വീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകിലേ. No words. വാക്കുകളില്ല എന്റെ മകനെ. റിയാൻകുട്ടൻ പാട്ട് പാടുകയല്ല, പക്ഷെ ആ പാട്ടിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അതെ അങ്ങനെ എനിക്ക് തോന്നുന്നു. അതെ 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 അതെ. എന്താ സംശയം? റിയാൻകുട്ടൻ പോലും അറിയുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അവൻ പാടുമ്പോഴാണ് എനിക്ക് തിരിച്ചറിയുന്നത്, എനിക്ക് പോലും തിരിച്ചറിയുന്നത്, അതായത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുട്ടുണ്ടെന്ന്. ആ ഇരുട്ടിന് അവന്റെ പാട്ടിലൂടെ അവൻ നിറപ്പെടുത്തുകയാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെ എനിക്കും അവൻ പ്രകാശം തരുന്നുണ്ട്. അത് അവന്റെ സംഗീതത്തിലൂടെയാണ്. വാട്ട് എ ടാലന്റ്. ഡിസ്ട്രാക്റ്റഡ് അല്ല, അതൊരു വലിയൊരു ഗിഫ്റ്റാണ് ദൈവത്തിന്റെ. വലിയൊരു ഗിഫ്റ്റാണ് ഈ പാട്ട് പാടുക എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അവിടെ ഇവിടെ അവിടെ. നല്ല ബുദ്ധിമുട്ടാ പാടാൻ. ഒത്തിരി ടഫ്. നല്ല ബുദ്ധിമുട്ടാ പാടാൻ. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ടാകുമ്പോഴത്തേക്ക് രാഗഛായ തീർച്ചയായും വേണം. അപ്പൊ അത് അറിഞ്ഞു പാടുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു യുഗ ജേതാവായി ഞാൻ വളരുന്ന തിരിച്ച് ആ സാരംഗേന്ന് തിരിച്ച് ഈ രാഗത്തിലോട്ട് വരുന്ന അതിലോട്ട് വരുന്ന ആ ഒരു ബ്രിഡ്ജായിട്ടാണല്ലോ അത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അറിയാൻ കേട്ടാ. ശരിയാ, കേട്ടു. പിന്നെ വൈശാഖ് സാറ് പറഞ്ഞതാ സാരംഗിയാണ് ചരണത്തില്, പിന്നെ അവസാനം എൻഡിലങ്ങ് ഖരഖരപ്രിയ കൊണ്ട് ഇട്ടേക്കുന്നു. തീർച്ചയായിട്ടും റിയാൻകുട്ടൻ ഒരു യുഗ ജേതാവായിട്ട് തന്നെ വരും തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അതെന്താ അർത്ഥം സാറ്? എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരു ജേതാവായിരിക്കും, വിജയിയായിരിക്കും. യു വിൽ ബി ദ വിന്നർ. അതാണ് എംപറർ. എന്തിന്റെ വിന്നറാണ്? സംഗീതത്തിന്റെ വിന്നറാണ്. അതാണ് ആ രീതിയിലാണ് കേട്ടോ. അപ്പൊ സംഗീതത്തിലുള്ള അവന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഹൃദയത്തിലെ ഇരുട്ടിനെ മാറ്റിത്തരുന്നവനാണ് അവൻ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ആ ഫീൽ എനിക്കുണ്ട്, ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു യുഗ ജേതാവായി ഒന്ന് പാടാമോ? ഒരു യുഗ ജേതാവായി ഞാൻ വളരും. സിമ്പിൾ. സിമ്പിൾ ആയിട്ടാ പാടിയ മീനുട്ടോ, പക്ഷെ അത് അത്രയും ഡീറ്റെയിൽസ് ഉണ്ട് അതില്. അതുപോലെ അധരദലപുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാൻ അമരും. അറിയാങ്കോട്ടാ, എന്തോ വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ അത് പാടിയത്. അയ്യോ, പ്രത്യേകിച്ച് രണ്ടാമത്തെ അല്ലേ. അധരദലപുടം നീ വിടർത്തിടുമ്പോൾ അധരദലപുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാൻ മനോഹരി മനോരഥത്തിൽ മലരോടു മലർത്തൂം മണിമഞ്ചത്തേൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ? ഞാൻ നിന്റെ ആരാധകനാണോ? ഞാനും We are your biggest fans. കേട്ടോ, ഒരു വലിയൊരു നമസ്കാരം. മാത്രമല്ല വേറെ കാര്യമുണ്ട്, ഞാൻ ആദ്യം മനോഹരൻ എന്ന് വിളിച്ചത് വെറുതെ അല്ല.
ഇന്ന് നല്ല ചുന്ദരനായിട്ടുണ്ട് ആ അതെ, ഷർട്ടും മുണ്ടിലും യെല്ലോ കേട്ടോ. ഷർട്ടും അതെ അതെ. മുണ്ടും. ആ മസ്റ്റർഡ് യെല്ലോ അല്ലേ? ഒരു ചുന്ദരിയായിട്ടുള്ള പാട്ട് ചുന്ദരമായിട്ട് പാടി ആര്? ചുന്ദരൻ. എന്ത് രസമായിട്ടാണോ പാടുന്നേ. എനിക്കിങ്ങനെ റിയാൻകുട്ടന്റെ കഴിവ് പല മാനങ്ങളിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിറക്ഷനിൽ. അതിന്റെ നോളജ് വൈസ് അതെ, കഴിവ് വൈസ് അതെ, എന്താ പറയാ ക്ലാരിറ്റി, അതിന് കൊടുക്കുന്ന ഇമോഷൻ എല്ലാം ഓരോ പ്രാവശ്യം പാടുമ്പോഴും അതിങ്ങനെ ക്ലിയറായി വന്നുകൊണ്ടിരിക്കുക. റിയാൻകുട്ടന്റെ ആ ശബ്ദവും ആ പാട്ടും മാത്രമല്ല, ഐ തിങ്ക് ഇത് റിയാൻകുട്ടന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. yes, ഒരു സംശയം പിന്നെ ഉറപ്പായിട്ടും അല്ലേ ഉറപ്പല്ലേ? പെർഫോമൻസസ്. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ? വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. ഒന്ന് ഈ പാട്ടിന്റെ സെലക്ഷൻ, റിയാൻകുട്ടിന് കറക്റ്റ് ആണ് ഈ പാട്ടിന്റെ സെലക്ഷൻ. ഞാനും അമ്മയും കാറില് എവിടെ പോകുമ്പോഴായിരുന്നു അറിഞ്ഞൂടെ, ഗ്രൂമിങ്ങിനാന്ന് തോന്നുന്നു, മുമ്പത്തെ സൂര്യനാളത്തിന്റെ. ശരി. അന്നേരം പോകുമ്പോ ദക്ഷിണമൂർത്തി ഹിറ്റ്സ് വെച്ചു. ആ, കൊറേ പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഈ മനോഹരൻ നമ്മൾ കൊടുത്തായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണോ അത്? ഇഷ്ടപ്പെട്ടു അല്ലേ ആ പാട്ട് കേട്ടപ്പോ? ആ പാട്ടിന്റെ ഈ ഒരു സമയത്ത് ഒരു ഗിറ്റാർ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടു. പാട്ടും ഇഷ്ടമായി. പിന്നെ അതിന്റെ റിതം ശ്രദ്ധിച്ചിട്ടില്ലേ? മനോഹരി നിൻ പാടുമ്പോ തബലയുടെ റിതം അത് ടിപ്പിക്കൽ ദക്ഷിണാമൂർത്തി സ്വാമി സ്റ്റൈലാണ് അത്. ആണോ? അതെ. അത് എങ്ങനെയായിരുന്നു? ഒന്ന് മുരളിച്ചേട്ട. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ? കേട്ടോ? നല്ല രസമുള്ള ഒരു റിയാൻകുട്ടന്റെ സ്റ്റൈലാണ്. ഒബ്സർവേഷൻസ് കണ്ടോ മച്ചേട്ടാ? അത് ഓരോന്നും അതിന്റെ ഓരോ കമ്പോണന്റ് അവന്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയാം. അവന് അറിയാം എന്താണ് അവൻ പാടാൻ പോകുന്നത്. ആ നോളജ് എന്നെ എപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യം റിയാൻകുട്ടൻ വരുമ്പോഴും ഇന്ന് എന്താണ് റിയാൻകുട്ടന്റെ കയ്യിൽ നിന്ന് എന്താ ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് അങ്ങനെയാ വരിക. ഇത്രയും മിടുക്കനായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മിടുക്കൻ. ഐ എം പ്രൗഡ് ഓഫ് യു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ റിയാൻകുട്ടൻ. എനിക്ക് അറിയാതെ അവന്റെ ഫീലൊക്കെ വരണേ. ആണല്ലേ? എന്തായാലും ഒരു വലിയ കഴിവ് തന്നെയാണ് അത് ശരിക്കും. താങ്ക് യു സാർ. അങ്ങനെ ഇത്രയും ഫീൽഡിൽ പാടാൻ പറ്റുക എന്നുള്ളത് കറക്റ്റ് ദാസേട്ടൻ പാടിയത് അങ്ങനെ തന്നെ ഒബ്സർവ് ചെയ്ത് അതങ്ങനെ തന്നെ പാടിയിട്ടുണ്ട്. ചില സമയത്ത് ചില സമയത്തല്ല എപ്പോഴും പാടിയപ്പോ ദാസേട്ടൻ അത്രക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ദാസേട്ടന്റെ പാട്ടും ഈ ഇതിന്റെ അകത്തെ ദാസർ വെബ്രേറ്റും എല്ലാ സ്ഥലത്തും ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര സുഖമില്ലേ? അതെ. നല്ല രസമല്ലേ? പിന്നെ ഇത് പല രാഗത്തിലല്ലേ കമ്പോസ് ചെയ്തിട്ടുള്ളത്? പല്ലവി അനുപല്ലവി ചരണം. അതെ. അപ്പോ എല്ലാം ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് പാടി. നല്ല ലയിച്ച് പാടി. ചില കാര്യങ്ങളൊക്കെ ഞാനും ഇപ്പൊ പറഞ്ഞില്ലേ, MJ അങ്കിളിന്റെ ഹൃദയത്തിൽ ഇരുട്ട് മാറ്റിന്ന്, അതുപോലെ ഞാനും ശ്രദ്ധിച്ചു. ഇതുവരെ ഞാൻ നോട്ട് ചെയ്യാത്ത ചില ഭാഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത് അങ്ങനെയായിരുന്നല്ലേ, ഞാൻ അങ്ങനെ പാടിയില്ലല്ലോ എന്നൊക്കെ. ഒരു അകാരം ഉണ്ടായിരുന്നല്ലോ പ്രണയമയി. അതെ 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 അതെ. സൂപ്പർ ആയിരുന്നു. അതെ. ആ ആകാരം പാടിയപ്പോ സിയാബ് സാർ ആഹാന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളും ആഹാന്ന് പറഞ്ഞു. അതെ, ഞങ്ങള് പറഞ്ഞത് കേട്ടില്ലാന്നേ ഉള്ളൂ. ഞങ്ങള് 3 പേരും ആഹാ പറഞ്ഞു. അതെ. അപ്പൊ എന്തായാലും മിടുക്കനാട്ടാ, മിടുക്കൻ. താങ്ക് യു സാർ. അപ്പൊ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഒരു യുഗ ജേതാവായിട്ട് വളരട്ടെ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. റിയാൻകുട്ടാ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു റിയാൻകുട്ടൻ ഇവിടെ പാടിയ പാട്ടുകളും അതൊക്കെ എത്രത്തോളം നമ്മുടെ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹൃദയം കീഴടക്കിയ ആ പാട്ടുകൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന്, നീ വരു കാവ്യ ദേവതേ. അത് വൺ ഓഫ് യുവർ ബെസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊന്നും കൂടി പാടിത്തരണോ? പാടിക്കോ. ആഗ്രഹം ഉണ്ടല്ലേ?
അല്ല ആ? സാറിന് ഇഷ്ടമായതുകൊണ്ട് ഇനിയും പാടിത്തരണം ചോദിച്ചു. അയ്യോടാ. നീ വരൂ കാവ്യ ദേവതേ, നീ വരൂ കാവ്യ ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, നീറുമെൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. പിന്നെ ഇത് പാടില്ലേ, അമ്മ മഴ അതെ, അതെ, അതെ. കണ്ണീറഞ്ഞു. അതിന് 100 ആയിരുന്നില്ലേ? ആ അതന്നെ. 100+3 stars. 3 stars. Yes, yes. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ MJ സാറിന്റെ ഫേസ്ബുക്ക് പേജിലല്ലേ? ആ. ആ, അമ്മ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു സംഭവം ഇന്ന് മനോഹരി നിൻ, അതാരാ പാടിയ? യേശുദാസ് സാർ. അല്ല ഇപ്പൊ പാടിയതാരാ? ഇപ്പൊ ഞാൻ അതെ ഞാൻ. ഇത് മനോഹരൻ. മൂന്നും മനോഹരമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ നമ്മുടെ മനസ്സിൽ. ഉണ്ട്, ഇത് ഉണ്ട്. തീർച്ചയായിട്ടും അതെ. ഇത് വേറെ എല്ലാ പാട്ടുകളും നിൽക്കുന്നുണ്ട്, പക്ഷെ ഈ 3 പാട്ടുകൾ ഇങ്ങനെ ലൂപ്പായിട്ട് കറങ്ങുന്നുണ്ട്. ഇതുവരെ ഉണ്ടായ സീസണിൽ പല കുട്ടികളും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പാടിയ പാട്ടുകൾ ഇപ്പോഴും നമുക്ക് മനസ്സിലുണ്ട് പലതും. ആ, അതുപോലെ ഇതും മനസ്സിലുണ്ടാവും. പ്രിയങ്കുട്ടന്റെ ശബ്ദത്തിൽ കേൾക്കാം ഈ പാട്ടൊക്കെ. യെസ്. രേഖൂട്ടാ, എന്തോ ഒരു 10 മാർക്ക് തരാം. ആ 10x10 ആ എത്രയായി? 100. It is going to be 100 on 100 for Riyan Kutan today. മധുരമഴ. കൊറേ നാൾക്ക് ശേഷം എനിക്ക് 100 കിട്ടണം. നമ്മുടെ റിയാൻകുട്ടനാണ് കേട്ടോ പെർഫോമർ ഓഫ് ദ ഡേ. Yes. ആര്യ ചേച്ചി വെൽക്കം. റിയാൻകുട്ട നമുക്ക് 2 ഗിഫ്റ്റ് ഉണ്ടേ. ആ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. അതേന്ന് സന്തോഷല്ലേ? യെസ്. എനിക്ക് കൊറേ ആഗ്രഹം ഉണ്ടായിരുന്നു, ഡ്രസ്സ് വേണം ഡ്രസ്സ് വേണം. ആണോ? അപ്പൊ റിയാൻകുട്ടിന് കിൻഡർ ബോക്സിന്റെ ഒരു ഉടുപ്പ് അടിപൊളി സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന്. അടുത്ത ഏറ്റവും നല്ല പാട്ടിന് dress ആ. ഞാൻ ഇടാൻ നോക്കട്ടെ. ആ, ശരി. ഇത് ഏറ്റവും നല്ല ഉടുപ്പാട്ടോ Thank കിൻഡർ you. മോക്സിന്റെ. ഇതിട്ടോ റിയാൻകുട്ടൻ ഇതിലിട്ടോ കിൻഡർ മോക്സിന്റെ Bye, ഒരു Kinder ഉടുപ്പ്. Mox. കിൻഡർ ബോക്സ്. Thank you. പിന്നെ റിയാൻകുട്ടന് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പല്ല് നന്നായി തേക്കാൻ ബിലി ബൈ. 2 ആയി. ഓക്കെ ഹാപ്പി Happy. 100 കിട്ടിയിട്ട് ഹാപ്പി, Very very happy. വെരി വെരി ഹാപ്പി. താങ്ക് യു റിയാൻകുട്ട. നന്നായി പാടി ട്ടോ. താങ്ക് യു ആര്യ ചേച്ചി.